യാത്രകൾ മനസ്സിന് എന്നും കുളിരാണ്. താണ്ടുന്ന ദൂരത്തിലല്ല, എത്തിച്ചേരുന്ന സ്ഥലത്തിൻ്റെ പ്രസിദ്ധിയിലല്ല, മറിച്ച് കൂടെയുള്ള കൂട്ടരുടെ വൈബും യാത്രയിലുടനീളമുള്ള ഓരോ അനുഭവങ്ങളുമാണ് പ്രധാനം. എൻ്റെ കണ്ണൂരിലെ ആദ്യത്തെ ട്രാവൽ വീഡിയോ ആണിത്. 2025 മാർച്ച് ആദ്യം അപ്ലോഡ് ചെയ്യുന്നത്. തുടർന്നും ഒരുപാട് യാത്രാവിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഒരുമിച്ചുള്ള യാത്ര തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട്. കം ഓൺ എവരിബഡി. തുടക്കത്തിൽ പറഞ്ഞതുപോലെ കൂടെ കൂട്ടിയിരിക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ തന്നെയാണ്, അമ്മയെ. നമ്മളെ പരിപാലിച്ച് വളർത്തി നല്ല നിലയിലെത്തിക്കുകയും പിന്നീട് കൊച്ചുമക്കളുടെ പരിപാലനത്തിൽ സന്തോഷം കണ്ടെത്തി ഒതുങ്ങി ജീവിക്കുന്നവരുമാണ് ഭൂരിഭാഗം രക്ഷിതാക്കളും. ഇങ്ങനെയല്ലാത്തവരുമുണ്ട്. തൻ്റെ സ്വാർത്ഥ ചിന്തകൾക്ക് വേണ്ടി മക്കളെ തെരുവിൽ ഉപേക്ഷിക്കുന്നവരും തിരിഞ്ഞു നോക്കാത്തവരും ക്രൂരമായി പെരുമാറുന്നവരും. എന്നാലും അത്തരം കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ നല്ലത് വരട്ടെ, സന്തോഷിക്കാനിടയുണ്ടാവട്ടെ എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ യാത്ര കണ്ണൂരിലെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒന്നായ കണ്ണൂർ കോട്ട അഥവാ സെൻറ്റ് ആഞ്ചലോസ് കോട്ടയിലേക്കാണ്. കണ്ണൂരുകാരെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ കാലഘട്ടത്തിലെ ഏകദിന വിനോദയാത്രകളുടെ പ്രധാന കേന്ദ്രം. ഫീസ് തുച്ഛം. കടൽക്കാറ്റേറ്റ് കടലിൻ്റെയും പച്ചപ്പിൻ്റെയും സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് സമയം ചിലവഴിക്കാനും ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് അല്പനേരത്തേക്ക് മാറി നിന്ന് ഉല്ലസിക്കാനും പറ്റിയ ഒരിടം. കണ്ണൂരിൻ്റെ വിദേശാധിപത്യത്തിൻ്റെ ജ്വലിച്ചു നിൽക്കുന്ന ഓർമ്മകൾ മയങ്ങുന്ന നമ്മുടെ കണ്ണൂർ കോട്ട. ചിലവ് പരമാവധി ചുരുക്കിക്കൊണ്ടാണ് യാത്ര. അതാവുമ്പോൾ മിച്ചം വരുന്ന തുക അടുത്ത ഡെസ്റ്റിനേഷന് ഒരു മുതൽക്കൂട്ടാവുമല്ലോ. പരിചയമുള്ള സ്ഥലമായതിനാൽ യാത്രക്കിടയിലെ മടുപ്പ് മാറ്റാൻ പുസ്തകത്തെ കൂട്ടുപിടിച്ചു. കണ്ണൂർ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ പിടിച്ച് കോട്ടയിലേക്ക് പുറപ്പെടാം. ഞങ്ങൾ കയറിയ ഓട്ടോയുടെ സാരഥിക്ക് ഒരു 60-70 വയസ്സ് പ്രായം കാണും. അതുകൊണ്ട് തന്നെ അനുഭവജ്ഞാനമുള്ള ഒരു തലമൂത്ത കാരണവരെ പോലെ ഓരോ മുക്കുമൂലയും ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. ദാമോദരേട്ടൻ. കോട്ടയിലേക്കുള്ള പാതയുടെ പഴയ അവസ്ഥയും അത് പട്ടാളക്കാരുടെ കേന്ദ്രമായപ്പോൾ അതിനുണ്ടായ പുരോഗതിയും വാതോരാതെ സംസാരിച്ചു. ബസ് സ്റ്റാൻഡ്, പട്ടാള ക്യാൻറ്റീൻ, ചെറിയൊരു പാർക്ക്, ഹോസ്പിറ്റൽ, ട്രഷറി തുടങ്ങി ഓരോ പ്രധാന സ്ഥലങ്ങളും മറക്കാതെ എടുത്തു പറഞ്ഞു. ചില ഓട്ടോകളിൽ മാത്രം കാണുന്ന മീറ്റർ ഉള്ള ഒരു ഓട്ടോ ആയിരുന്നു ഇത്. അത് എന്തുകൊണ്ടാണ് ചിലതിൽ മാത്രം കാണുന്നത് എന്ന എൻ്റെ സംശയത്തിന് ടൗണിലുള്ള ഓട്ടോകളിലാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നതെന്നും ആൾക്കാരും ഓട്ടോ ഡ്രൈവർമാരും തമ്മിലുള്ള വാക്കേറ്റത്തിന് ഇത് നാന്ദി കുറിച്ചു എന്നും ദാമോദരേട്ടൻ പറഞ്ഞു തന്നു. നേരത്തെ സൂചിപ്പിച്ച പാർക്കാണ് ഈ കാണുന്നത്. ഒരു വിമാനത്തിൻ്റെ ഒരു സ്റ്റിൽ മോഡൽ ഇവിടെ കാണാം. ആഴ്ചയിൽ ഒരു ദിവസം ഇതിൻ്റെ അടുത്തു നിന്ന് ഫോട്ടോ എടുക്കാനും ഇതിനകത്തേക്ക് പ്രവേശനമുണ്ടെന്ന് ദാമോദരേട്ടൻ പറഞ്ഞു. കുട്ടികൾക്ക് കളിക്കാനുള്ള കുഞ്ഞു പാർക്കും ഇതിൻ്റെ സമീപത്തായി കാണാം. പട്ടാളക്കാരുടെ ക്യാൻറ്റീനും അടുത്തായതിനാൽ പട്ടാളക്കാരെ 1-2 ആൾക്കാരെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. കൂടുതൽ മനോഹരമായ ഒരു പാതയിലേക്ക് ഞങ്ങൾ കടന്നു. ഇരുവശവും ഇടതൂർന്നു നിൽക്കുന്ന പച്ചപ്പ് നിറഞ്ഞ മരങ്ങൾ. കഠിനമായ വെയിലുണ്ടെങ്കിലും അത് വഴിവക്കിൽ തണലുകൾ സൃഷ്ടിച്ചു. വൈകുന്നേരത്തെ നടത്തത്തിന് പറ്റിയൊരിടമായി തോന്നി. വാഹനത്തിലെ കുലുക്കം വീഡിയോയെയും ബാധിച്ചു എന്നറിയാം. ക്ഷമിക്കുക. അടുത്ത വീഡിയോയിൽ കുലുക്കമില്ലാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കാം. വീഡിയോയിലുടനീളം
നടന്നുകൊണ്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ കുലുക്കം അനുഭവപ്പെടാം. അടുത്ത വീഡിയോ കുറച്ചുകൂടി നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. വഴിയോരം വൃത്തിയാക്കി വരുന്ന 2 ചേച്ചിമാരെ കണ്ടു. നമ്മൾ കോട്ടയ്ക്കടുത്തെത്താറായിരിക്കുന്നു. വലതുവശത്ത് കറുത്ത കല്ലിൽ സെന്റ് ആഞ്ചലോസ് ഫോർട്ട് എന്നെഴുതിയിരിക്കുന്നത് കാണാം. സ്ഥലം എത്തിയപ്പോൾ മീറ്ററിൽ നോക്കി തുക പറഞ്ഞു. പൈസ കൊടുത്ത് നന്ദി അറിയിച്ച ശേഷം ഞങ്ങൾ കോട്ടയിലേക്ക് ചുവടുവെച്ചു. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പ്രവേശനം. അവിടെയുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും 2 ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 25 രൂപയാണ് ടിക്കറ്റ് വില. 5 രൂപ AC-യുടെ ചാർജാണ്. ഇത് ഇന്ത്യൻസിൻ്റെ കാര്യമാണ്. ഫോറിനേഴ്സിന് 300 രൂപ കൊടുക്കണം. നേരെ ചെല്ലുമ്പോൾ ഇടതുവശത്തായി കുറേ ഫലകങ്ങൾ കാണാം. കോട്ടയുടെ മാപ്പും ചരിത്രവും ഉൾപ്പെടുന്ന ഇവയിൽ ബ്രിട്ടീഷ് രാജ്ഞിയെക്കുറിച്ചും പരാമർശമുണ്ട്. കേരള സർക്കാരിൻ്റെ ഫലകങ്ങൾ കാണാം. പോർച്ചുഗീസുകാരുടെ വരവോടെ കണ്ണൂർ കേരളത്തിലെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായി ഉയർന്നു. കേരളത്തിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു കണ്ണൂർ ജില്ലയിൽ സെന്റ് ആഞ്ചലോ കോട്ട. കൊച്ചിയിലെ ഡച്ച് ഗവർണറായിരുന്ന ഗോഡ്ഫ്രീഡ് വെയ്ർമാന്റെ ആദ്യ ഭാര്യയായ സൂസന്ന വെയ്ർമാന്റെ ശവക്കല്ലറിയിലെ ശിലാഫലകം കോട്ടയ്ക്കുള്ളിൽ കാണാം. കേന്ദ്ര സർക്കാരിൽ നിന്ന് കേരള സർക്കാരിലേക്കോ ഉടമസ്ഥത കൈമാറ്റം ചെയ്തതായി ഓർക്കുന്നു. 2 പീരങ്കികളുടെ അകമ്പടിയോടെയുള്ള കവാടത്തിൽ ടിക്കറ്റ് കൊടുക്കണം. അത് കീറി തിരികെ തരും. നേരെ കയറി ഇടതുവശത്തേക്കുള്ള പാതയിലേക്ക് കണ്ണോടിച്ചു. വലതുവശത്ത് കുഞ്ഞിലകളുള്ള കുറ്റിച്ചെടികൾ മനോഹരമായി വെട്ടിയൊതുക്കിയിരിക്കുന്നു. ഇടതുവശത്ത് ഒരു തിയേറ്ററിലെ ക്രമീകരണം പോലെ തോന്നിക്കുന്ന വിധം ചെയറുകൾ ക്രമമായി ഇട്ടിരിക്കുന്നു. അവയുടെ മങ്ങിയ നിറവും പ്രത്യക്ഷത്തിലുള്ള നിൽപ്പും അതിൻ്റെ പഴക്കത്തിനെ വെളിവാക്കുന്നതായിരുന്നു. വീണ്ടും പീരങ്കികൾ കണ്ട് ഞങ്ങൾ കൗതുകം കൂറി. മാവ് ഉൾപ്പെടെ വിവിധ തരം മരങ്ങൾ ഇവിടെ കാണാമായിരുന്നു. കുറച്ചുകൂടെ മുന്നോട്ട് നടക്കുമ്പോൾ ഒരു പറ്റം കുട്ടികൾ ഓടിക്കൊണ്ടുവരുന്നത് കണ്ടു. ഓടിച്ചാടി ഉല്ലസിച്ചാണ് അവർ നടക്കുന്നത്. കുറച്ചു പിറകിലായി മുതിർന്നവരുമുണ്ട്. ഫാമിലി ട്രിപ്പ് വന്നതാണെന്ന് ആദ്യം കരുതി. ചോദിച്ചപ്പോൾ മാഹിയിലുള്ള സ്കൂളിലെ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളുമാണെന്ന് പറഞ്ഞു. മനോഹരമായ കല്ലിൻ്റെ ബെഞ്ചും കടന്ന് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ഇനി ഒരു പാലമാണ്. ഇരുവശത്തും കടൽ ജലത്തെ കാത്ത് വറ്റിവരണ്ടിരിക്കുന്ന കുഴികൾ. ഈ ഭാഗം എത്തിയപ്പോൾ വീണ്ടും കുട്ടിക്കാലത്തെ സ്കൂൾ ട്രിപ്പ് ഓർമ്മയിൽ വന്നു. ഈ ഭാഗത്തിരുന്നാണ് അന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. ഓർക്കുമ്പോൾ ഇന്ന് അവരിലൊരാളായ ഞാൻ ഇവിടെ വന്നത് മനസ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു തരം വികാരം സൃഷ്ടിച്ചു. അകലെയുള്ള കെട്ടിടങ്ങളും അതുപോലെ ശില്പങ്ങളും ഇവിടെ നിന്നും കാണാം. ഇവിടെ നിന്നാൽ കമ്പിവേലികൾക്കപ്പുറം കടലിൻ്റെ അലയൊലികൾ കാണാം. ശബ്ദമാധുര്യം നുണഞ്ഞുകൊണ്ട് അതിൻ്റെ ഭംഗി ആസ്വദിക്കാം. സംഗീത കച്ചേരിയിലെ കാറ്റുവാദ്യരുടെ സംഭാവന ഈ ഭാഗത്ത് അധികമായി അനുഭവപ്പെട്ടു. സമയം ഉച്ചയ്ക്ക് 2 മണിയോടടുത്തിരുന്നു.
വിശപ്പിനെ തടുത്തു നിൽക്കാൻ കഴിയാതെ നേരെ ഭക്ഷണമെടുത്തു. കടൽ കാഴ്ച കണ്ട് ഭക്ഷണം കഴിക്കുന്ന ഫീൽ, ആഹാ! വഴുതനങ്ങ തോരനും മുട്ട പൊരിച്ചതും അച്ചാറും പച്ചക്കക്കിരി വട്ടത്തിലരിഞ്ഞതുമാണ് വിഭവങ്ങൾ. പച്ചക്കക്കിരി മീൻസ് കുക്കുംബർ, സാലഡ് വെള്ളരി എന്നും ചിലർ ഇതിനെ വിളിക്കും. സ്വാദിഷ്ടമായ ഭക്ഷണത്തിന് ശേഷം വയർ നന്നായി നിറഞ്ഞതുപോലെ തോന്നി. വീട്ടിൽ നിന്ന് ഇലയിൽ പൊതിഞ്ഞു കൊണ്ടുവരുന്ന ഭക്ഷണത്തിൻ്റെ രുചി ഏത് ഹോട്ടലിലെ തീന്മേശയിലും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശേഷം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് തിരികെ കുറച്ച് ദൂരം നടന്നു. കല്ല് ബെഞ്ചിലിരുന്നും വഴിയിലെ മനോഹരമായ മരത്തോട് ചേർന്ന് നിന്നുമൊക്കെ ഓർമ്മ പുസ്തകത്തിലേക്ക് ചിത്രങ്ങൾ ശേഖരിച്ചു. കാറ്റാടി മരം ഒരു വികാരം തന്നെയാണ്. പലതരം ചെടികളും അവയിൽ മനോഹരങ്ങളായ പൂക്കളും ഒരുപാട് മരങ്ങളും ഈ ചരിത്ര സ്മാരകത്തിൻ്റെ അഴകിന് മാറ്റിക്കൂട്ടി. ഇനി തുരങ്കം പോലെ കാണപ്പെടുന്ന ഭാഗത്തേക്കാണ് പോയത്. അതിൻ്റെ അങ്ങേ വശത്ത് മുകളിലേക്ക് സ്റ്റെപ്പുകളുണ്ട്. കൂടുതലായും ഭിത്തിയും മതിലും സ്റ്റെപ്പുകളുമെല്ലാം ചെങ്കൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി മുകളിൽ കയറിയാൽ ഒരു വശത്ത് കടലിൻ്റെ മനോഹരമായ വ്യൂ, മറുവശത്ത് താഴെ കോട്ടയുടെ തുടർച്ച. കോട്ടയിൽ പലയിടത്തായി ഒരു പൂവ് കണ്ടിരുന്നു. എനിക്ക് പരിചയമില്ലാത്ത പൂവാണ്, പക്ഷെ അമ്മയ്ക്ക് അതിനെക്കുറിച്ച് അറിയാം. തിരികെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴാണ് ചെങ്കൽ മതിലിൽ ഒരു സാധനം ഉറച്ചു നിൽക്കുന്നതായി കണ്ടത്. വെള്ള നിറത്തിലുള്ള ഈ തോട് പൂഴിയിൽ അഥവാ മണലിൽ സാധാരണയായി നാം കാണാറുള്ളതാണ്. ഇതിന് നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ. ഇതാണ് നാം നേരത്തെ പറഞ്ഞ തുരങ്കം. കൗതുകം കൊണ്ട് ഒന്ന് കൂടി. ഇതിനകത്ത് അങ്ങനെ ചൂട് അനുഭവപ്പെടാറില്ല, നല്ല തണുപ്പാണ്. അതിനടുത്ത് ഒരു മാവും അതിൻ്റെ അടുത്തായി ഒരു വലയിട്ട് മൂടിയ കിണറും കാണപ്പെട്ടു. തൊട്ടടുത്തുള്ളത് മോട്ടറാണെന്ന് സംശയിച്ചു. നേരത്തെ കണ്ട പീരങ്കിയുടെ അടുത്ത് വലിയൊരു മാവുണ്ട്. സ്കൂൾ ടൂർ വന്ന സമയത്ത് അതിൽ നിറയെ പഴുത്ത മാങ്ങകൾ കണ്ടത് ഓർത്തിരുന്നു. തിരികെ നടക്കുമ്പോൾ പൂക്കളുടെയും പച്ചപ്പിൻ്റെയും വസന്തം ഒന്നുകൂടി മനസ്സിൽ പകർത്തി. കോട്ട സന്ദർശനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തിരികെ നടക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. മനോഹരമായ ഒരു കുഞ്ഞു വീട് പോലെ തോന്നിക്കുന്ന കെട്ടിടം. വരുമ്പോൾ കണ്ട കസേരക്കൂട്ടങ്ങളുടെ അരികിൽ
വേഗം വരാമെന്ന് പറഞ്ഞു ഓടി അതിൻ്റെ അടുത്ത് ചെന്ന് വീഡിയോ എടുത്തു. നൈറ്റ് ലൈറ്റൊക്കെ വെച്ചാൽ നല്ല വൈബായിരിക്കും. അടുത്ത് ചെങ്കൽ ഭിത്തിയിൽ ഒരു ഗ്രിൽ വാതിൽ കണ്ടു. കടലിലേക്ക് തുറക്കുന്ന തുരങ്കത്തിലേക്കുള്ള വഴിയാകാമെന്ന് കാണിച്ചു. ഇതാ ഫ്രണ്ട്സ്, നമ്മൾ കവാടത്തിൻ്റെ അരികിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇറങ്ങുമ്പോൾ കവാടത്തിൽ വെച്ച് ജെറി സാറിനെ പരിചയപ്പെട്ടു. തിരുവനന്തപുരത്താണ് സ്വദേശം. ഇവിടെ 9 വർഷത്തിനടുത്തായെന്ന് ഓർക്കുന്നു. മുൻപ് അഞ്ചുതെങ്ങ് കോട്ടയിലായിരുന്നു. സ്കൂൾ ടൂറിൽ ഇവിടെ വന്നപ്പോൾ വിദേശികളെ കാണുകയും ഇംഗ്ലീഷിൽ പേര് ചോദിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ഒരാളെ പോലും കണ്ടില്ല. തിരികെ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഓട്ടോ വിളിച്ചു. 2 ഓട്ടോ നിർത്തിയിട്ടുണ്ടായിരുന്നു. തിരിച്ചുള്ള യാത്രയിൽ റോഡിൽ മയിലിനെ കണ്ടു. മയിൽ റോഡ് ക്രോസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വ്ലോഗ്. വ്ലോഗിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസായി അറിയിക്കാൻ മറക്കരുത്. അടുത്തതായി നമ്മൾ പോകാൻ പോകുന്നത് തലശ്ശേരി ആയിരിക്കും. തലശ്ശേരി ബീച്ചും ഒരു പാർക്കും അതുപോലെ തന്നെ കോട്ടയും കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അടുത്ത വീഡിയോ വരെയും ബൈ. താങ്ക് യു.